ഓക്കെ, നമുക്ക് തുടങ്ങാം മക്കളെ. മറന്നുപോയോ മിസ് നേരത്തെ പറഞ്ഞ? ഓക്കെ, ദേവാഞ്ജന വെള്ളം കുടിക്കണം അല്ലെ? കുറച്ച് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മറന്നുപോയോ? നോ, ഐസ്ക്രീമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ലേ? മിസ് ബാക്കിയും കൂടി പറഞ്ഞിട്ടെ. ഐസ്ക്രീമിനെ കുറിച്ച് കേട്ട് ബോറടിച്ചോ? ഓക്കെ, അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, ആർ യു റെഡി? സിനാൻ ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. സിനാൻ, ഓക്കെ. ഷെഫി, ഓക്കെ. ആർ യു റെഡി? യെസ്, ഓക്കെ. നോക്ക്, നെക്സ്റ്റ് നോക്ക്. മിസ് പറഞ്ഞ നേരത്തെ പറഞ്ഞ ബാക്കി കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ ഫസ്റ്റ് പാരഗ്രാഫ് 2 ലൈൻസ് ഉണ്ട്. സെക്കൻഡ് പാരഗ്രാഫ്, അതുപോലെ തേർഡ് പാരഗ്രാഫാണ് നേരത്തെ മിസ് പറഞ്ഞത് അല്ലേ? എന്താ പറഞ്ഞത്? ലാസ്റ്റ് ഞങ്ങൾ എന്താ പറഞ്ഞത്? ഫ്രാൻസിലെ മഹാറാണി ഐസ്ക്രീം നിർമ്മിക്കുന്ന ആളെ കൂട്ടിക്കൊണ്ടുവന്ന് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ അവിടെയുള്ള രാജകുടുംബത്തിന്, ആ രാജസദസ്സിൽ എല്ലാവർക്കും, ആ മെമ്പേഴ്സിനൊക്കെ എന്തിഷ്ടായി എന്ന് പറഞ്ഞു? ഐസ്ക്രീം. അത്രയാണ് പറഞ്ഞത്. ബാക്കി മിസ് പറയണേ. കഹാ ജാതാ ഹെ കി സിക്കന്ദർ കോബി. മിസ് നേരത്തെ വായിച്ച പാരഗ്രാഫ് ആണ്. അതിന്റെ മീനിങ് മിസ് പറഞ്ഞിരുന്നുണ്ട്. അപ്പം മക്കളൊന്ന് ശ്രദ്ധിച്ചിരുന്നോ? കഹാ ജാതാ ഹെ കി സിക്കന്ദർ കോബി ഐസ്ക്രീം ബഹുത്ത് പസന്ത്. അപ്പൊ അവിടെയൊക്കെ കേട്ട് പറയുന്നത് എന്താണ്? സിക്കന്ദറിലെ അവർക്കും കൂടി എന്താ ഇഷ്ടപ്പെട്ടു? ഐസ്ക്രീം. വഹ് ശഹദ് ഫലോം കെ രസ് और दूध को जमाकर फ्रूट क्रीम बनवाता था. ക്രിസ്റ്റി സിൻഡോ, അപ്പൊ എന്താ പറഞ്ഞത്? ക്രിസ്റ്റി റെഡി ആണല്ലോ? ടെക്സ്റ്റ് ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്ക്. നേരത്തെ വായിച്ച ബാക്കി ഭാഗാന്ന് പറയുന്നത്. ക്രിസ്റ്റി സിൻഡോ, നേരത്തെ മിസ് പറഞ്ഞ സമയത്ത് ഫസ്റ്റ് ക്ലാസ്സിൽ എല്ലാ മക്കളും ഉണ്ടായവരല്ലേ? യെസ്. ക്രിസ്റ്റി സിൻഡോ ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. മിസ്സിന് കാണട്ടെ നിന്നെ ഒന്ന്. യെസ്, ശ്രദ്ധിക്കുമല്ലോ. കൃപ, കൃപ റെഡിയാണോ? കൃപ, ആർ യു റെഡി? യെസ്, ഓക്കെ. കഹാ ജാതാ ഹെ കി സിക്കന്ദർ കോ ഭി ഐസ്ക്രീം ബഹുത്ത് പസന്ത് ഥി. നെക്സ്റ്റ് ഫോർത്ത് പാരഗ്രാഫ്. ആ വലിയ പാരഗ്രാഫാണ് ഇപ്പൊ ഞാൻ വായിച്ചു പറഞ്ഞിരുന്നത്. അങ്ങനെ സിക്കന്ദറിലെ അവർക്ക് എന്താ ഇഷ്ടപ്പെട്ടു? ഐസ്ക്രീം. വഹ്, അദ്ദേഹം എന്താ ചെയ്തത്? ഷഹദ്. ഷഹദ് എന്ന് പറഞ്ഞ ഹണി, തേൻ. തേൻ കണ്ടിട്ടുണ്ടോ? ഹണി, ഹണി ബി, ഹണി കേട്ടിട്ടുണ്ടല്ലേ? തേൻ ഇഷ്ടമുണ്ടല്ലോ എല്ലാവർക്കും. എന്താ ചെയ്തത്? വഹ് ഷഹദ് ഫലോം കെ രസ് ഔർ ദൂദ് കോ ജമാക്കർ ഫ്രൂട്ട് ക്രീം ബൻവാ ഥാ. ഈ സിക്കന്ദർ എന്താ ചെയ്തെന്നറിയോ? എന്താ ചെയ്തേ? ഈ തേൻ, ഹണി, അതുപോലെ ഫ്രൂട്ട്സ്, അതിന്റെ നീര്, പിന്നെ മിൽക്ക്, ഇതൊക്കെ ചേർത്തിട്ട് ക്രീം ഉണ്ടാക്കി, മിക്സ് ആക്കിയിട്ട് ഫ്രൂട്ട് ക്രീം बनवा था और उसे ठंडा तथा गाढ़ा जमाने के लिए
പഹാഡോം സേ ബർഫ് മംഗവായ കർത്താ ഥാ. മുമ്പൊക്കെ ഇത് മുമ്പത്തെ കഥയാണ് പറഞ്ഞത്, കുറെ വർഷം മുമ്പേ ഉള്ള കഥയാണ് നമ്മൾ പറയുന്നത് അല്ലെ. 1685 എന്നുള്ള പറഞ്ഞത് കുറെ വർഷം മുമ്പേ ഉള്ളതാണ്. ആ സമയത്ത് അപ്പൊ നമുക്ക് ഫ്രിഡ്ജ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെയുള്ളത് ഉണ്ടോ? ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് ഐസ് വേണം അല്ലെ. ഐസ്ക്രീം ചെയ്യാൻ വേണ്ടി ഐസ് കട്ട വേണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവരെന്താ ചെയ്തെന്നറിയോ? പർവ്വത നിരകളിലേക്ക് പോകും. കുന്നിൻ മലകളിലൊക്കെ പോയാല് എന്ത് ചെയ്യും? അവിടുന്നാണ് ഈ ഐസ് കൊണ്ടുവരുന്നത്. എന്തിനാ? ഈ ഫ്രൂട്ട്സും അതുപോലെ ഈ ഹണി ഇതിന്റെ ഒക്കെ കൂടെ കൂട്ടിയിട്ട് ഐസ്ക്രീം ആക്കാൻ വേണ്ടി. ക്രിസ്റ്റീസിന്റെ ഒന്ന് വീഡിയോ ഓൺ ചെയ്യുമോനെ. എവിടെയൊക്കെ എങ്ങനെ മുങ്ങുന്നേ? ക്രിസ്റ്റി പ്ലീസ്. നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടോ? മിസ് വായിക്കുന്ന ഭാഗം കണ്ടുവച്ചല്ലോ എല്ലാവരും. ഉറങ്ങും അവിടുന്ന്. ഉറങ്ങാതിരിക്കുന്നവർക്ക് മിസ് എന്ത് ചെയ്യും? നിങ്ങളുടെ വീട്ടിലേക്ക് എപ്പോഴാ വരുന്ന വെച്ചാൽ അപ്പൊ ഐസ്ക്രീം കൊണ്ടുവരും. ഉറങ്ങാതിരിക്കുന്നത്. അതാ ദേവാഞ്ജന. നിങ്ങൾക്ക് ഐസ്ക്രീം ഉറപ്പായിട്ടുണ്ട്. ഉറങ്ങാൻ നല്ല സ്മാർട്ട് ആയിട്ടൊന്ന് ഇരുന്നേ, എന്നാലും മനസ്സിലാവൂല പാഠം. അപ്പൊ അതിനുശേഷം എന്താ പറഞ്ഞത്? പഹാഡോം സേ ബർഫ് മംഗുവായ കർത്താ ഥാ. ബർഫ് പറഞ്ഞാൽ ഐസ്. ഈ പർവ്വത നിരകളിൽ പോയിട്ടാണ് അവരെന്ത് കൊണ്ടുവരുന്നത്? ഈ ഐസ് കൊണ്ടുവരുന്നത്, ഐസ് പീസ്. കൈ സൗ ഗുലാം സിർഫ് ബർഫ് ലാനെ കാ കാം കർത്തേ ഥേ. അപ്പൊ അവിടുന്ന് കൊറേ കൊണ്ടുവരും. എന്താ? ഐസ്. നമുക്ക് വിചാരിക്കും പോലെ കിട്ടും അവിടുന്ന്. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കും പോലെയാണോ? അല്ല. എന്നിട്ടോ ഐസി ബഡേ ബഡേ ബർത്തനോമേ. എന്നിട്ട് വലിയ വലിയ പാത്രങ്ങളില് ദൂത് മലായി और ഫലോം വാലി ബർഫ് സേ ജമായി ഗയി. ഈ പാലിന്റെ ഒക്കെ കൂട്ടി ചേർക്കും. എന്നിട്ടോ ഐസ്ക്രീം ബഹുത്ത് സമയ തക് രാജ മഹാരാജാവും കെ മഹലോം തക് ഹീ രഹി. അപ്പൊ വലിയ പാത്രങ്ങളിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് റെഡിയാക്കി അവിടെ വെക്കും. എവിടെയൊക്കെ? രാജാവിന്റെ കൊട്ടാരങ്ങളിൽ റെഡിയാക്കി വെക്കും. നമ്മൾ എവിടെ വെക്കും? ഫ്രിഡ്ജില് അല്ലേ? നമ്മൾ എവിടെയാ വെക്കുക? ഫ്രിഡ്ജിലല്ലേ? പുറത്തോണ്ട് വെക്കുന്നേ? फिर अमीरों के घर पहुंची और धीरे धीरे आम आदमी तक पहुंच गई. ആദ്യമൊക്കെ അതായത് ധനികരുടെ വീട്ടില്. അമീർ എന്ന് പറഞ്ഞാല് ധനികര്, പണക്കാരെന്ന് പറഞ്ഞ വാക്ക് അല്ലെ. ധനികരുടെ വീടുകളിലാണ് എന്തുണ്ടാക്കിയിരുന്നത്? ഈ ഐസ്ക്രീം എത്തിച്ചേർന്നത്. പിന്നെ പിന്നെ മെല്ലെ മെല്ലെ ധീരെ ധീരെ ആം ആദ്മി. നമ്മൾ ആം എന്നുള്ള വേർഡ് പഠിച്ചിട്ടുണ്ടോ? ആം എന്ന് മാത്രം പറഞ്ഞാൽ എന്താ അർത്ഥം? മാംഗോ ആണല്ലോ. നിങ്ങൾ പഠിച്ചാൽ തന്നെയല്ലേ വേർഡ്? ആം, മാംഗോ, ആം കാ പേട്, മാംഗോ ട്രീ. പക്ഷെ ഇവിടെ എന്താ അർത്ഥം? ആം ആദ്മി. ആം ആദ്മി എന്ന് പറഞ്ഞാല് മുഴുവൻ ജനങ്ങളും അർത്ഥം. ആം എന്നുള്ള വേർഡിന് രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന് മാംഗോ, അതുപോലെ മാങ്ങ, അതുപോലെ എന്താണ് പിന്നെ വേറെ? മുഴുവൻ. കേട്ടല്ലോ? ഓൾ. ഓക്കെ. അപ്പൊ ഇവിടെ എന്താ അർത്ഥം വരുക? ധീരെ ധീരെ, മെല്ലെ മെല്ലെ ആം ആദ്മി തക് പഹൂഞ്ച് ഗയി. മുഴുവൻ ജനങ്ങളിലും, സാധാരണക്കാരുടെ ഇടയിലും എന്തായി മാറി? ഐസ്ക്രീം എത്തിച്ചേർന്നു. പണക്കാരുടെ വീടുകളിൽ മാത്രമല്ല, ധനികരുടെ വീടുകളിൽ മാത്രമല്ല. അമീരോം കെ ഘർ നെഹി. പിന്നോ ധീരെ ധീരെ, മെല്ലെ മെല്ലെ ആം ആദ്മി തക് പഹൂഞ്ച് ഗയി. സാധാരണ ജനങ്ങളുടെ ഇടയിലും എത്തിച്ചേർന്നു. ദേവാഞ്ജന ഇടക്ക് മുകളിലേക്കൽ നോക്കുന്നു. മഴ പെയ്യുന്നുണ്ടോന്നാ? മനസ്സിലായോ? അത് പാരഗ്രാഫ് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ക്രിസ്റ്റീസിന്റോ? ആൻഡ്രോസ് ഒന്ന് വീഡിയോ ഓൺ ചെയ്യുമ്പോളെ. ഡൗട്ട് ഉള്ളവരാരാ? ഒന്ന് കൈവന്നിച്ചേ. ഡൗട്ട് ഉള്ളവർ ഒന്നുകൂടി മിസ് ആ പാരഗ്രാഫ് പറഞ്ഞു തരട്ടെ. എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഒന്നുകൂടി മിസ് പറഞ്ഞുതരാ. കൃപ, മിസ് പറഞ്ഞ കേൾക്കാമോ?
ഒന്നുകൂടി ആ പാരഗ്രാഫ് പറയാണ്, ശ്രദ്ധിച്ചോ. കഹാ ജാതാ ഹെ കി സിക്കന്ദർ കോ ബി ഐസ്ക്രീം ബഹുത്ത് പസന്ത് തി. ഒരു തവണ പറഞ്ഞതാണ്, കുറച്ചും കൂടി സ്പീഡിൽ മിസ്സാക്കാതെ എന്ന് പറഞ്ഞുതരാം. അപ്പൊ സിക്കന്ദറിനും എന്ത് ഇഷ്ടപ്പെട്ടു? ഐസ്ക്രീം ഇഷ്ടപ്പെട്ടു. വഹ് അദ്ദേഹം എന്താ ചെയ്തത്? शहद, फलों के रस और दूध को जमाकर फ्रूट क्रीम बनवाता था. തേൻ, ഹണി. ഷഹദ് മീൻസ് ഹണി, തേൻ. തേൻ, അതുപോലെ തന്നെ ഫ്രൂട്ട്സിന്റെ നേരത്തെ പറഞ്ഞ രസം അല്ലെ, നീര് ഉപയോഗിച്ചു. പിന്നെ അതുപോലെയോ മിൽക്ക്, ഇതൊക്കെ ചേർത്തിട്ട് ക്രീം ഉണ്ടാക്കാൻ തുടങ്ങി, ഫ്രൂട്ട് ക്രീം. ओके. और उसे ठंडा तथा गाढ़ा जमाने के लिए पहाड़ों से बर्फ मंगवाया करता था. പിന്നെ എന്താ ചെയ്തത്? പർവ്വതനിരകളിൽ പോയിട്ട് എന്താ ചെയ്തത്? ബർഫ്, ഐസ് കൊണ്ടുവന്നു. കൈ സൗ ഗുലാം സിർഫ് ബർഫ് ലാനെ കാ കാം കർത്തേ ഥേ. എന്നിട്ട് അതെന്ത് ചെയ്യും? ഇതിന്റെ കൂടെ മിക്സ് ആക്കി ചേർക്കും അല്ലെ. ഐസി ബഡേ ബഡേ ബർത്തനോ മേ ദൂധ് മലായി और फलों वाली बर्फ से जमाई गई आइसक्रीम बहुत समय तक राजा महाराजाओं के महलों तक ही रही. ഈ കൊണ്ടുവന്ന ഇത് ഐസ് ഇതൊക്കെ ഇട്ട് നിർമ്മിച്ച ആ ഐസ്ക്രീം മഹാരാജാവിന്റെ കൊട്ടാരങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഫിർ അമീരോं के घर पहुंची. പിന്നെ ധനികരുടെ വീട്ടിലെത്താൻ തുടങ്ങി. എന്തെന്ന്? ആദ്യം രാജകൊട്ടാരത്തിലാണ് എത്തിച്ചേർന്നത്, ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങിയത്. പിന്നീട് ആരാണ് നിർമ്മിക്കാൻ തുടങ്ങിയത്? കുറച്ച് അതായത് പണക്കാരല്ലേ, കുറച്ച് ധനികരായവര്. പിന്നെ പിന്നെ മെല്ലെ മെല്ലെ ആം ആദ്മി തക് പഹൂഞ്ച് ഗയി. സാധാരണക്കാര്, അതായത് പാവപ്പെട്ട ജനങ്ങളിലും എന്തുണ്ടാക്കാൻ തുടങ്ങി? ഇതേപോലുള്ള ഐസ്ക്രീം. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് പറയട്ടെ മിസ്. നെക്സ്റ്റും കൂടി വായിച്ച് മിസ് പറഞ്ഞതേ, ബാക്കിയും കൂടി ഫുൾ ഒന്ന് പറഞ്ഞു തരട്ടെ, എന്നാലേ നിങ്ങൾക്ക്. ക്രിസ്റ്റി റെഡി അല്ലേ? ആഷിൻ വീഡിയോ ഒന്ന് ഓൺ ചെയ്യ് ക്രിസ്റ്റി ഒക്കെ. ഓക്കെ. നെക്സ്റ്റ് അബ്ദുൽ ബാസിത്ത്. മിസ് വായിക്കുന്ന ലൈനൊന്ന് തൊട്ട് വെച്ചേ. തന്റെ പെൻസിലൊന്ന് ഉപയോഗിച്ചോ, ഒന്ന് നോക്ക് ഏത് ലൈനാ വായിക്കുന്ന എല്ലാവരും. സിനാൻ കയ്യിലൊന്നും എടുത്ത് മാറ്റേ, ദുഃഖിച്ചിരിക്കാതെ സിനാനെ. പാഠം ലെസൺ കഴിയുമ്പോ നിനക്ക് എന്തായാലും ഐസ്ക്രീം കിട്ടും, ഉറപ്പ്. നെക്സ്റ്റ് നോക്ക് കൃപ, ഇവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്. നെക്സ്റ്റ് പാരഗ്രാഫ്. സൺ 1846 1846 എന്നുണ്ട് അല്ലെ. 1846 നമ്മൾ എന്ത് പറഞ്ഞു? ആദ്യം രണ്ടക്കം വരുന്ന ഭാഗം വിഭജിക്കുക, മാറ്റുക. 18 നമ്മൾ എന്ത് പറയും? 18. അതിനോട് കൂടി എന്ത് ചേർത്ത് പറയണം? സൗ. 18 സൗ. പിന്നെയാണ് നമ്മൾ 46 പറയുന്നത്. എന്താ പറയാ 46? 46. കേട്ടോ, പേടിക്കൊന്നും വേണ്ട. ഇതെല്ലാം ഒന്നും കിട്ടുന്നില്ല, മിസ് ചെയ്യുന്നൊന്നും വിചാരിക്കണ്ട. കുറച്ചായിട്ട് പഠിച്ചാൽ മതി കേട്ടോ. 18 സൗ 46 में अमेरिका की एक महिला नैन्सी जॉनसन. अमेरिका की एक महिला വായിക്കാൻ കിട്ടുന്നുണ്ടോ? നാൻസി ജോൺസൺ. എന്താ പേര്? നാൻസി ജോൺസൺ. ഒന്ന് വായിച്ച ഉറക്കെ, മിസ്സിന്റെ കൂടെ ഒന്ന് വായിച്ച ഉറക്കെ നല്ല മക്കള്. നാൻസി ജോൺസൺ. नांसी जॉनसन ने एक छोटा सा हाथ से चलने वाला यंत्र बनाया. सन 1846 में 1846 അമേരിക്ക की एक महिला, അമേരിക്കയിലുള്ള ഒരു യുവതി എന്താ ചെയ്തത്? എന്താ പേര്? നാൻസി ജോൺസൺ. അമേരിക്കയിലുള്ള യുവതിയുടെ പേരാണ് നാൻസി ജോൺസൺ. അവരെന്താ ചെയ്ത്? ഏക് ചോട്ടാസ, ഒരു ചെറിയത്, എന്തെന്ന്? ഹാത്ത് സേ ചലനെ വാല യന്ത്ര, കൈ കൊണ്ട് നിർമ്മിക്കാൻ പറ്റുന്ന ഒരു യന്ത്രം. എന്ത് നിർമ്മിക്കാൻ? ഐസ്ക്രീം നിർമ്മിക്കാൻ പറ്റുന്ന ഒരു യന്ത്രം. ബനായ, നിർമ്മിച്ചു. കൈ കൊണ്ട് നിർമ്മിക്കാൻ, അതായത് നമ്മള് മിക്സിയിലിട്ടിട്ട് ജ്യൂസ് അടിക്കുന്നില്ലേ, അതിനു പകരം കൈ കൊണ്ട് കറക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു യന്ത്രം നിർമ്മിച്ചു. എന്നിട്ടോ
जो दूध और फलों के गूदे को घुमा घुमा कर मिलाती थी. അതില് ഈ നാൻസി ജോൺസൺ എന്ത് ചെയ്തു? ഈ പാലും പഴങ്ങളും ഒക്കെ ഇട്ടിട്ട് എന്താക്കി? ജ്യൂസ് അടിക്കാൻ തുടങ്ങി, മിക്സ് ആക്കാൻ തുടങ്ങി. കണ്ടാ, നേരത്തെ ഉണ്ടാക്കിയ ആ ഐസ്ക്രീമിൽ നിന്നും കുറച്ച് മാറ്റം വന്നു, ഒരു യന്ത്രം വന്നു അല്ലെ. പിന്നെയോ ആരാ യന്ത്രം നിർമ്മിച്ചത് ഓർമ്മിക്കണേ? അമേരിക്കാക്കി ഏക്ക് മഹിള, അമേരിക്കയിൽ ഒരു യുവതിയാണ്, പേരെന്താണ്? നാൻസി ജോൺസൺ. അപ്പൊ ആരാണ് ഐസ്ക്രീമിന് ആദ്യം ഒരു യന്ത്രം കണ്ടത്? ക്രിസ്റ്റി എന്താ എഴുതുന്ന മോനെ? ക്രിസ്റ്റിയേ, ക്രിസ്റ്റി എന്ത് എഴുതുവാ? ഒന്ന് പറഞ്ഞേ, അൺമ്യൂട്ട് ചെയ്തേ. എന്ന് മോളെ എന്താ മോൻ എന്താ ഇപ്പൊ എഴുതിയത്? മോൻ പറയുന്നത് ഇങ്ങോട്ട് പറഞ്ഞത് മനസ്സിലാവുന്നില്ല ക്രിസ്റ്റി. വായിക്കാൻ കിട്ടാത്തതാണോ എഴുതിയത്? മനസ്സിലാവുന്നില്ല. ഓക്കെ, എന്താന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല. എന്നാലും മിസ് പറയുന്നതൊന്ന് ശ്രദ്ധിക്കണേ. മിസ് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, നോക്ക്, നെക്സ്റ്റ് മിസ് എന്താ പറയാൻ പോകുന്നത്? അപ്പം യന്ത്രം നിർമ്മിച്ചു, എന്നിട്ടോ മഷീൻ കെ ബാഹർ, ഞാൻ വായിക്കുന്ന വരി എവിടെയാന്ന് കണ്ടോ? ആ ലൈൻ എവിടെയാണ്? ആ പിക്ചറിന് നേരെ താഴെ, തൊട്ട് താഴെ വരുന്ന ലൈൻ. मशीन के बाहर दोहरी धातु की परत होती थी, दोनों परतों के बीच की जगह पर बर्फ कूटकर भर दी जाती थी. ആ മിഷൻ, ആ യന്ത്രം എങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞിരുന്നുണ്ട്. എങ്ങനെയാ? 2-3 ഭാഗങ്ങളുണ്ട് അതിന്. അതിന് നടുക്കുള്ള ഭാഗത്താണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ ഫ്രൂട്ട്സും മിൽക്കും ഒക്കെ ഇടാനുള്ള ഭാഗം. എന്നിട്ടോ बर्फ खूब कूट कूट कर भरी जाती थी, जिसे बर्तन में रखा दूध व फलों का गुदा जमा जाता था. അതിലെല്ലാം നിക്ഷേപിച്ച് എന്ത് ചെയ്യണം? അതെല്ലാം മിക്സ് ആക്കി എടുക്കുന്നു. ഏത് എന്തൊക്കെയാ മിക്സ് ആക്കി എടുക്കുന്നത്? ഫ്രൂട്ട്സ്, അതുപോലെ ഐസ്, പിന്നെ മിൽക്ക്. ഐസ്ക്രീം നിർമ്മിക്കല്ലേന്ന്. പിന്നെ വരുന്ന നെക്സ്റ്റ് കൊല്ലവർഷം നോക്കുക, 1851. കണ്ടോ? 1851 കണ്ട്. 1850 നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 18 ആദ്യം പറയാ, 18 ലാക്കെടുക്കുക. അഡാരഹ്, അതിനോടുകൂടി സൗ ചേർക്കുക. പിന്നെ എന്താ നമ്മൾ ചേർക്കുന്നത്? 51 നമ്മൾ പറയാ എന്താണ്? ഇക്കാവൻ. എന്താ പറയാ? ഇക്കാവൻ. 1851 എന്ന് പറഞ്ഞേ. എല്ലാ അക്കങ്ങളും ആ വർഷങ്ങളെല്ലാം ഓർത്തെടുക്കാൻ ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ചെറിയ മക്കളല്ലേ നിങ്ങൾക്ക് ആവുന്നത് നിങ്ങൾ കൂട്ടി വായിക്കും കേട്ടോ. 1851, 1851. 1851 में बाल्टीमोर नामक एक दूध बेचने वाले ने, 1851 ബാൽട്ടിമോർ എന്ന് പറയുന്ന ആള്, അത് ഒരു പാല് വിൽക്കുന്ന ഒരാള്, ദൂത് ബേച്ചനെ വാല, നാൻസി ജോൺസൺ കെ തരീഖെ സെ കൈ യന്ത്ര ബനായ. ഈ നാൻസി ജോൺസൺ ഉണ്ടാക്കിയത് മാതിരിയുള്ള കുറെ മിഷൻസ് ആര് നിർമ്മിച്ചു? ഈ ബാൽട്ടിമോർ. അപ്പൊ ഏറ്റവും ആദ്യം ഐസ്ക്രീം നിർമ്മിക്കാനുള്ള മിഷൻ നിർമ്മിച്ചത് ആരായിരുന്നു? നാൻസി ജോൺസൺ ആണ്. രണ്ടാമത് ആരായിരുന്നു? ബാൽട്ടിമോർ കുറെ രീതിയിലുള്ള മിഷൻസ് കണ്ടുപിടിച്ചു. ക്ലിയർ ആണോ? മനസ്സിലായോ? സമജാ? യെസ്. പിന്നെയോ യഹി ദുനിയാ കി പഹലി നന്നി ഐസ്ക്രീം ഫാക്ടറി. ഇവിടെയാണ്, ഈ വർഷത്തിലാണ് എന്ത് തുടങ്ങുന്നത്? ലോകത്ത് ആദ്യമായി ചെറിയ ഐസ്ക്രീം ഫാക്ടറി. ഏത് വർഷം നോക്കിയ നിങ്ങള്? 1851.
1851 1851 എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ജനിച്ചിട്ടുണ്ടോ ആ വർഷം? ഇല്ല, നമുക്ക് സ്വാതന്ത്ര്യത്തിന് മുന്നേ ആയി. 1851 എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? ഐസ്ക്രീം ഫാക്ടറി. നിങ്ങൾ വിചാരിക്കുന്ന എന്താ ഈ വർഷാണെന്നോ? അല്ല, 1851 ആ സമയത്ത് എന്തുണ്ട്? ഒരു ചെറിയ ഐസ്ക്രീം ഫാക്ടറി നിർമ്മിച്ചു അല്ലെ. ഉസ്കെ ബാദ് അതിനുശേഷം बर्फ में नमक कूटकर आइसक्रीम को बाहरी सांचों में भरा गया. इससे आइसक्रीम जल्दी जमने लगा. ഇതിനു ശേഷം ഈ ഐസ്ക്രീം ഫാക്ടറി തുറന്നതിന് ശേഷം എന്തായി? എല്ലാ സ്ഥലങ്ങളിലും എന്ത് കിട്ടാൻ തുടങ്ങി? എല്ലാവർക്കും ഐസ്ക്രീം ലഭിക്കാൻ തുടങ്ങി. മനസ്സിലായോ ആ ലെസൺ അതുവരെ? യെസ്. ഡൗട്ട് ഉള്ളവർ ആരെങ്കിലും ഉണ്ടോ? മിസ് ഇനി നിങ്ങൾ പറഞ്ഞു തരണോ? ഷെഫി ഡൗട്ട് ഉണ്ടോ മോളെ? സെബ? നോ. കൃപ ദേവാഞ്ജന ഐസ്ക്രീം കിട്ടിയ മാതിരി ഉണ്ടല്ലോ ഇരിക്കുന്നത്. അങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ടല്ലോ. അമ്മ കൊണ്ടുതരുന്നുണ്ടാ ഐസ്ക്രീം? ഇടയ്ക്ക് എങ്ങോട്ടോ നോക്കുന്നുണ്ടല്ലോ. ഓ, ലെസൺ പാഠം കഴിയുമ്പോൾ ഐസ്ക്രീം കൊണ്ട് വരുന്നെന്ന് പറഞ്ഞോണ്ട് ഞാൻ നോക്കിയാണ് ഐസ്ക്രീമിന്റെ വണ്ടി വരുന്നുണ്ടോന്ന്. ശ്രീദേവേ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? യെസ്. അതെ, ഓക്കെ. എബിൻ ഉറക്കൊക്കെ പോയി. ഇപ്പൊ ഐസ്ക്രീം വരും, അതുകൊണ്ട് ഉറക്കലൊന്ന് കളഞ്ഞേ. അബ്ദുൽ ബാസിദ് എല്ലാവരും. ക്രിസ്റ്റിസിൻഡോ? ഓക്കെ, നെക്സ്റ്റ് പറയട്ടെ. ആക്ഷൻ. നെക്സ്റ്റ് പറയാൻ പോവാണ്. നെക്സ്റ്റ് പേജ് എടുത്തേ. നെക്സ്റ്റ് പേജ് ആ ലെസൺ ലാസ്റ്റ് പേജ് നമ്പർ 19. ഓക്കെ. धीरे धीरे മെല്ലെ മെല്ലെ ഐസ്ക്രീം बहुत लोकप्रिय हो गई. ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ തുടങ്ങി. മെല്ലെ മെല്ലെ, അതായത് എല്ലായിടത്തും എന്ത് കിട്ടാൻ തുടങ്ങി? ഐസ്ക്രീം. एक बार एक मेले में आइसक्रीम वाला कागज की प्लेटों में आइसक्रीम बेच रहा था. ഒരു ദിവസം, വൺ ഡേ, ഒരു മേളയിൽ വെച്ച്, മേള അറിയോ? മേള കണ്ടിട്ടുണ്ടോ? മേളയിൽ പോയിട്ടുണ്ടോ? ആഹാ, ഐസ്ക്രീം തിന്നാൻ ഞങ്ങള് മേളയിൽ പോകാറുണ്ടല്ലേ. ആ മേളയിൽ വെച്ചിട്ട് ഐസ്ക്രീം വാല, ഒരു ഐസ്ക്രീം വിൽക്കുന്ന അയാൾ എന്താ ചെയ്തത്? കാഗസ് കി പ്ലേറ്റോമേ ഐസ്ക്രീം ബേച്ച് രഹാദ. ഇനിയിപ്പോ ഐസ്ക്രീം എങ്ങനെയാണ് തരുന്നത് നോക്കണ്ടേ? എങ്ങനെയാണ് അദ്ദേഹം വിൽക്കുന്നത് കണ്ടത്? കാഗസ് കി പ്ലേറ്റോമേ. കാഗസ് മീൻസ് പേപ്പർ. പേപ്പർ, ഓക്കെ. അപ്പൊ പേപ്പറിലാണ്, പേപ്പറിന്റെ പ്ലേറ്റില് ആണ് അദ്ദേഹം എന്ത് കൊടുക്കുന്നത്? ഐസ്ക്രീം. മേളയിൽ വെച്ച് കണ്ട ഒരു കാഴ്ചയാണ് എന്ത്? ആ ഐസ്ക്രീം വിൽക്കുന്ന ആള് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അതായത് കാഗസ് കി പ്ലേറ്റോമേ, പേപ്പർ, അതായത് പേപ്പറിന്റെ പ്ലേറ്റില് എന്ത് ഇത് കൊടുക്കുന്നുണ്ടായിരുന്നു? ഐസ്ക്രീം. അങ്ങനെയാണ് വിൽക്കുന്നത് കണ്ടത്. അതുപോലെ ഇപ്പൊ കിട്ടുന്നത് പോലെ കോൺ ഐസ്ക്രീം ഒന്നും ഇറങ്ങിയില്ലേ? അതിന് മുന്നേ എങ്ങനെയായിരുന്നു? പേപ്പർ പ്ലേറ്റില്. ഓക്കെ. അചാനക് ഉസ്കി പ്ലേറ്റും ഗതം ഹോ ഗയി. പെട്ടെന്ന് അയാള് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴ് ആ പേപ്പർ പ്ലേറ്റുകളൊക്കെ തീർന്നു പോയി. പിന്നെ കച്ചവടം ചെയ്യണമെങ്കിൽ എന്ത് വേണം? പേപ്പർ പ്ലേറ്റുകൾ വേണ്ടേ?
അപ്പൊ അതുകൊണ്ട് അചാനക് ഉസ്കി പ്ലേറ്റും ഗതം ഹോ ഗയി അബ് വഹ് ഐസ്ക്രീം കൈസേ ദേ. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പേപ്പർ പ്ലേറ്റുകളൊക്കെ കഴിഞ്ഞു. ഇനി എങ്ങനെ അദ്ദേഹം ഐസ്ക്രീം വിൽക്കും? നിങ്ങളൊന്ന് പറഞ്ഞേ. അബ്ദുൽ ബാസിത്തെ ഒന്ന് പറഞ്ഞേ, എങ്ങനെ വിൽക്കും? കഷ്ടായിപ്പോയി അല്ലെ? എന്ത് ചെയ്യും? അയാളുടെ കയ്യിലുള്ള പേപ്പർ പ്ലേറ്റുകളൊക്കെ തീർന്നും പോയി. അയാൾക്കാണെങ്കിൽ കച്ചവടം ചെയ്യണം. മേളയിലാണ് നല്ല തിരക്കുണ്ട്. നിങ്ങളെ പോലെ കുറെ ആൾ എന്ത് ചെയ്തു? കൊതിയന്മാരെ ഇങ്ങനെ ഐസ്ക്രീമിന് വേണ്ടി ക്യൂ നിൽക്കുക. അപ്പൊ അയാൾ എന്ത് ചെയ്യും? എന്ത് ചെയ്ത് നോക്കാം നമുക്ക്. ഉസ്നെ ജഡ് ബഗൽ മേ ഖഡേ ദുകാൻദാർ സെ पतले चौकोर वेफर खरीदे और उन्हें तिकोनी टोपी के आकार में मोड़ा. അദ്ദേഹം എന്താ ചെയ്തത്? ഉസ്നെ ജഡ് പെട്ടെന്ന് തന്നെ ബഗൽമേ തൊട്ടടുത്തുള്ള ദുകാൻ, അതായത് കച്ചവടക്കാരനോട്, ഖഡേ ദുകാൻദാർ സെ, ദുകാൻദാർ എന്ന് പറഞ്ഞാല് കച്ചവടക്കാരൻ, കച്ചവടക്കാരനോട് പത്തലെ ചൗകോർ വേഫർ ഖരീദേ और उन्हें तिकोनी टोपी के आकार में मोड़ा. നേരത്തെ പ്ലാസ്റ്റിക് ഇല്ലേ, ആ പേപ്പർ വാങ്ങിയിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? തിക്കോനി ടോപ്പി കെ ആകാർ മേ മോഡ. തിക്കോനി എന്ന് പറഞ്ഞാല് 3 വശമുള്ളത്, 3 വശമുള്ള. തിക്കോനി പറഞ്ഞ അറിയോ? ത്രികോണം, ത്രികോണാകൃതി, 3 വശമുള്ളത്. 4 വശമുള്ളതാണെങ്കിൽ അതിനെന്ത് പറയും? ചതുരം. കേട്ടിട്ടുണ്ടോ? സമചതുരം. അപ്പൊ ഇവിടെ തിക്കോനി ടോപ്പിക്ക് ആകാർമേ മോഡ, ത്രികോണാകൃതിയിലുള്ള ഒരു തൊപ്പിയുടെ മോഡലില് അവര് എന്ത് ചെയ്തു? അത് മടക്കി. എന്നിട്ടോ ഫിർ ഉസ്മേം ഐസ്ക്രീം ബർഗർ ബേച്ച്നേഗാ. പിന്നീട് അദ്ദേഹം അതിൽ നിറച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഐസ്ക്രീം വിൽക്കാൻ തുടങ്ങിയത്. ത്രികോണാകൃതിയിലുള്ള ആ തൊപ്പിയുടെ ആകൃതിയില് ആ പേപ്പർ മടക്കിയിട്ട് അതില് അതായത് ഈ ഐസ്ക്രീം കോരി കൊടുക്കാൻ തുടങ്ങി. ഇപ്പൊ നമ്മ കഴിക്കുന്നതോ കോൺ ഐസ്ക്രീം. കണ്ടിട്ടുണ്ടോ? കോൺ ഐസ്ക്രീം, മാംഗോ അല്ലേ? മാംഗോ ബാർ, ചോക്കോ ബാർ എന്നെല്ലാം പറഞ്ഞല്ലേ? നോക്കാം നമുക്ക്. അതിനെല്ലാം തുടക്കം വരികയാണ്. പിന്നെന്താ പറഞ്ഞത്? ബസ് ഫിർ ക്യാ താ, പിന്നെ എന്താ സംഭവിച്ചത്? സോഫ്റ്റ് वेफर बिस्कुट के तिकोनों को जोड़कर उसमें आइसक्रीम बिकने लगी. പിന്നെ അദ്ദേഹം അതിൽ കൊടുക്കാൻ നല്ല സോഫ്റ്റ് ആയ ഐസ്ക്രീം ആയി. അതിൽ വേണമെങ്കിൽ ബിസ്ക്കറ്റ് ഇതൊക്കെ ചേർക്കാൻ തുടങ്ങി. എങ്ങനെയാണ്? ഏത് മോഡലിലാണ് കൊടുത്തത്? തിക്കോനോ അല്ലെ? ത്രികോണാകൃതിയിൽ വരുന്ന മടക്കി വെച്ച അങ്ങനെയുള്ള പേപ്പറിനുള്ളിലാണ് ഐസ്ക്രീം വിൽക്കാൻ തുടങ്ങിയത്. इसे सॉफ्टी कहा गया. അതിനെന്താ പറയാ? സോഫ്റ്റി. ऐसे ही एक बच्चे ने एक दुकानदार से आइसक्रीम ली, फिर एक कैंडी मांगी. वह कैंडी पर आइसक्रीम लगा लगा कर खाने लगा. അപ്പൊ ഒരു ദിവസം ഒരു കടയിൽ നിന്ന് ഒരു കുട്ടി എന്ത് ചെയ്തു? ഐസ്ക്രീം വാങ്ങിയിട്ട് അതിൽ ഒരു സ്പൂൺ വെച്ചിട്ട് കഴിക്കാൻ തുടങ്ങി. സ്പൂണ് കൊണ്ട് കോരി കഴിക്കാൻ തുടങ്ങി. മനസ്സിലായോ? ഒരു കുട്ടി ഐസ്ക്രീം വാങ്ങി. അപ്പൊ ആ സമയത്തൊന്നും ഇപ്പോഴുള്ള സൗകര്യങ്ങളിൽ ഐസ്ക്രീം അല്ല അല്ലെ, തുടക്കം വരുന്നതാണ്. അപ്പൊ ആ ഐസ്ക്രീം വാങ്ങിയിട്ട് എന്ത് ചെയ്തു? ഒരു കുട്ടി ഫസ്റ്റ് തന്നെ എന്താ ചെയ്തത്? ഒരു സ്പൂണും കൂടി വാങ്ങിയിട്ട് കോരി കഴിക്കാൻ തുടങ്ങി. അപ്പോഴ് അപ്പൊ ദുക്കാൻദാറിനെ സോച്ചാക്കി. അപ്പൊ ആ കച്ചവടക്കാരൻ ചിന്തിച്ചത് എന്താണ്? सोचा कि आइसक्रीम के बीच में यदि किसी लकड़ी की डंडी को जमा दिया जाए तो, ഏതെങ്കിലും നല്ല മരത്തിന്റെ ചെറിയ ചെറിയ പീസുകള്, നേർത്ത പീസുകള് ഐസ്ക്രീമിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഐസ്ക്രീം കോ ഡണ്ടി സെ പകഡ് കർ ബി ഖായാ ജാ സക്താ ഹൈ. ആ വാങ്ങുന്നവർക്ക് എന്ത് ചെയ്യാം? തണുപ്പോടെ തന്നെ കോരി കഴിക്കാമായിരുന്നല്ലോ എന്ന് ആ കച്ചവടക്കാരൻ ചിന്തിച്ചു. സിനാനെ പെൻസിൽ കൊണ്ടാണോ കളിക്കുന്നേ? മിസ് വായിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? ആൻഡ്രോസ് നേരെ ഇരുന്ന മോളെ. ഐസ്ക്രീം എല്ലാം കഴിക്കണമെങ്കിൽ നേരെ ഇരിക്കണം എന്ന് പറഞ്ഞില്ലേ? കൃപേനെ കാണുന്നേ ഇല്ല. ഐസ്ക്രീം എടുക്കാൻ പോയോ?
ആഷിനെല്ലാം ഉറങ്ങി വീഴുക. ആഷിൻ ഒന്നും കഴിച്ചില്ല. ആഷിൻ മടുത്തോയോ ഐസ്ക്രീമിന്റെ കഥ കേട്ടിട്ട്? നല്ലൊരു കഥയായിരുന്നു അല്ലെ ഇഷ്ടപ്പെട്ടിരുന്നത്. പക്ഷെ ഐസ്ക്രീമിന്റെ കഥയായതുകൊണ്ട് എന്തൊക്കെയോ കുറെ വർഷങ്ങളും കുറെ രാജാക്കന്മാരെ പേരൊക്കെ കേട്ടപ്പോഴും മടുത്തുപോയി അല്ലേ? സാരമില്ല, ഇപ്പൊ ഈ പാഠം കഴിയില്ലേ. നോക്കുക, അപ്പൊ ഈ ഒരു കുട്ടി ഐസ്ക്രീം വാങ്ങി അതിൽ സ്പൂൺ വാങ്ങി അതിലിട്ട് കഴിക്കുന്നത് കണ്ടത് കൊണ്ടാണ് ആ കച്ചവടക്കാരൻ എന്ത് ചിന്തിച്ചത്? ഏതെങ്കിലും നല്ല മരത്തിന്റെ പീസ്, അതായത് ഒരു ചെറിയൊരു പീസ് അതിൽ വെച്ച് കൊടുത്താൽ എന്ത് ചെയ്യാമായിരുന്നു? എല്ലാവർക്കും ഈ തണുത്ത ഐസ്ക്രീം, ഠണ്ഡി ഐസ്ക്രീം തന്നെ എന്ത് ചെയ്യാ, തണുപ്പോട് തന്നെ കഴിക്കാമായിരുന്നല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. ബസ് പിന്നെന്താ സംഭവിച്ചത്? കാൻഡി വാലി ഐസ്ക്രീം യാപിക്കിനേലേക്ക്, പിന്നീട് വരുന്ന ഐസ്ക്രീമിലൊക്കെ എന്തുണ്ട്? സ്പൂൺ ഉണ്ട്. എങ്ങനെയുള്ള സ്പൂണാ? മരത്തിന്റെ അല്ലെ, മരത്തിന്റെ അതേ വരുന്ന സ്പൂണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന അടുക്കളയിൽ ഉപയോഗിക്കുന്നതല്ല, അതായത് തിന്ന് കഴിഞ്ഞിട്ട് കളയാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന സ്പൂണ്. അങ്ങനെയുള്ള സ്പൂണുള്ള ഐസ്ക്രീം ഇറങ്ങാൻ തുടങ്ങി. ആജിക്ക് ചോക്കോബാർ അല്ലേ, പിന്നെയോ മാംഗോ ബാർ, അവർ അനേകം ഡണ്ടി വാലി ഐസ്ക്രീം ഇസി തരഹ സേ ബനി. ഇങ്ങനെയാണ് ഇന്ന് നിങ്ങൾ കാണപ്പെടുന്ന ചോക്കോബാർ, അതുപോലെ മാംഗോ ബാർ തുടങ്ങിയ ഐസ്ക്രീമുകൾ രംഗത്തിറങ്ങിയത്. ഇങ്ങനെയാണ് അതിന്റെ തുടക്കം എന്ന് മനസ്സിലായല്ലോ. ആജ് ഐസ്ക്രീം കോ കൈ നയേ നയേ പ്രയോഗം സേ ജമായ ഔർ ബനായാ ജാതാ ഹൈ. ഇന്ന് ഐസ്ക്രീമിന് അങ്ങനെ പുതിയ പുതിയ രൂപങ്ങളും മാറ്റങ്ങളും വരാൻ തുടങ്ങി. ഫലോം യുക്ത് ഐസ്ക്രീം, ചോക്ലേറ്റ് വാലി അഥവാ മേവേ ഡാൽക്കർ ബനി ഐസ്ക്രീം ആജ് ബഹുത് ലോകപ്രിയ ഹോ ഗയി ഹൈ. ഇന്ന് ഫ്രൂട്ട്സിന്റെ തന്നെ ഐസ്ക്രീം വേണമെന്നില്ല, പകരം കുട്ടികൾക്ക് ഏതാണ് ഇഷ്ടം? ചോക്ലേറ്റിന്റെ അല്ലെ. അങ്ങനെയുള്ള ഐസ്ക്രീമിനോടാണ് ഇന്ന് എല്ലാവർക്കും ലോകപ്രിയം, എല്ലാവർക്കും ഇഷ്ടം അല്ലേ? അപ്പൊ ഐസ്ക്രീം എങ്ങനെയാണ്, എവിടുന്നാ വന്നത്, എങ്ങനെയാണ് അതിന്റെ ഉത്ഭവം എന്നൊക്കെ മനസ്സിലായോ എല്ലാവർക്കും? ആദ്യം ചൈനയിൽ നിന്നാണ് വന്നത്. പിന്നെ 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 ഇങ്ങനെ വന്ന് നമ്മുടെ നാട്ടിലെത്തി. പിന്നെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് നിന്ന് കച്ചവടം ചെയ്ത് ഇപ്പൊ മാംഗോ ബാർ, ചോക്കോ ബാർ മോഡലിലെത്തി. ക്ലിയർ ആയോ മക്കളെ എല്ലാവർക്കും ആ ലെസൺ? ഒന്ന് എല്ലാവർക്കും ചോദിച്ചു നോക്കാം.